ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹിസ്റ്ററി ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് ഇയേഴ്സുകളിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാഴികക്കല്ലുകളായി മാറിയിട്ടുള്ള കുറച്ച് വർഷങ്ങളും ആ വർഷങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഹിസ്റ്ററിക്കകത്ത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്താണ് നമ്മളെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന ഫീൽഡിന് പേരൊക്കെ കിട്ടിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1995 ഈ ഒരു AI എന്ന് പറയുന്ന ഫീൽഡിന് പേരൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, AI എന്ന് പറയുന്ന ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇയേഴ്സുകൾ ഏതൊക്കെയാണ്, അത്തരം ഇയേഴ്സിൽ നടന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം എയുടെ ഹിസ്റ്ററി നമ്മൾ ബിഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ബിഗിനിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ 1943 എന്ന് പറയുന്ന വർഷത്തെയാണ്. അപ്പോൾ എന്താണ് ഈ 1943 സംഭവിച്ചത് നമുക്ക് നോക്കാം. അതവിടെ കൊടുത്തിട്ടുണ്ട്, എവല്യൂഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 1943 എന്ത് ചെയ്തു, ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ കുറിച്ചിട്ടുള്ള എന്ത് ചെയ്തു, അതിൻ്റെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്ന ഐഡിയ എന്ത് ചെയ്തു അവർ മുന്നോട്ടേക്ക് പ്രപ്പോസ് ചെയ്യാനുണ്ടായിട്ടുണ്ട്. അത് അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ബേസിക്കലി ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അപ്പം ഇത് നമ്മളെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയൊരു മോഡലാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്ന ഐഡിയ. അപ്പം ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നതൊക്കെ രൂപപ്പെടുന്ന ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്ന ഐഡിയ ആണ്. സോ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബേസിക്കലി മാത്തമാറ്റിക്കൽ മോഡൽ. അതെന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുള്ള എന്താണ് ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു മോഡലാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്ന ഐഡിയ. അപ്പം ഈ ഒരു കൃത്രിമ ന്യൂറോണിൻ്റെ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളായിട്ട് വരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് ഉണ്ടാവും. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനൊരു എന്തുണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സമ്മേഷൻ. വെയിറ്റ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, നമ്മൾ ഓരോ ഇൻപുട്ടിനും എന്ത് ചെയ്യും, അതിൻ്റെ പ്രാധാന്യത കാണിക്കാൻ അല്ലെ പ്രാധാന്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ കൊടുക്കും. അതിനെ നമ്മൾ സിംപ്ലി വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇൻപുട്ടുകളെയും അവയുടെ ഭാരത്തെയും എന്ത് ചെയ്തു ഉപയോഗിച്ചിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണ് സമ്മേഷൻ, സമ്മിയ എന്നുള്ള മീനിങ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നാലാമത്തെ കാര്യമാണ് പ്രധാനമായിട്ട് വരുന്നൊരു ടേമാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊണ്ട് അർത്ഥാക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ സമ്മേഷൻ്റെ മൂല്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു നോൺ ലീനിയർ ഫംഗ്ഷന് കൊടുക്കും. ഉദാഹരണത്തിന് ഇപ്പം സിഗ്മോയിഡ് പോലുള്ള നോൺ ലീനിയർ ഫംഗ്ഷനുകളുണ്ട്, അങ്ങനെയുള്ള നോൺ ലീനിയർ ഫംഗ്ഷനുകൾ കൊടുക്കും. അപ്പം അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളെ ന്യൂറോണിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ന്യൂറോൺ, ഇതൊക്കെ ഞാനൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന, നമുക്ക് ഹിസ്റ്ററി മാത്രമേ വേണ്ടതുള്ളൂ. അതായത് എന്ത് സംഭവിച്ചു, എവല്യൂഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന കാര്യം മാത്രമേ നിങ്ങൾ എക്സാമിന് എഴുതേണ്ടതായിട്ടുള്ളൂ. പക്ഷേ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂറോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂറോണ് 2 ഇൻപുട്ടുകൾ എടുക്കുന്നുണ്ട്. അതിൽ ഒരു ഇൻപുട്ടിന് ഞാൻ എന്ത് വിളിച്ചു, X1 എന്ന് വിളിച്ചെന്ന് വെച്ചു. അതിൻ്റെ വാല്യൂ എന്താണ്, ഒരു 0.5 ആണെന്ന് വെച്ചു. രണ്ടാമത്തെ ഇൻപുട്ട് X2 ആണ്, അതിൻ്റെ വാല്യൂ 0.8 ആണെന്ന് വെച്ചു. ഇനി ഓരോന്നിനും വെയിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഇവിടെ കൊടുക്കുകയാണ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ വെയിറ്റ് W1 എന്ന് കൊടുക്കുകയാണ്, 0.4 ആണെന്ന് വെച്ചു. ഇനി W2 വെയിറ്റ് 2 എന്ന് പറയുന്നത് 0.6 ആണെന്ന് വെച്ചു. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു വാല്യൂ ഉണ്ടാവും, ഒരു ബയാസ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ബയാസിനെ നമുക്ക് എന്ത് ചെയ്യാം,
ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ബയാസ് ബി ഈസ് ഈക്വൽ ടു ഞാൻ 0.1 എന്ന് കൊടുക്കുകയാണ്. 0.1. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വാല്യൂസ് ആണെങ്കിൽ നമുക്കിതിൻ്റെ സമ്മേഷൻ കാണാൻ എങ്ങനെ എഴുതാം? നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അതായത് നമ്മൾ ഒന്നാമത്തെ വെയിറ്റിന്, അതായത് 0.4 ആണ് ഒന്നാമത്തെ വെയിറ്റ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. x1 എന്ന് പറയുന്നത് 0.5 ആണ്. x1 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പം ഇതിന് മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് രണ്ടാമത്തെ വെയിറ്റും രണ്ടാമത്തെ ഇൻപുട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 0.6ഉം അതേപോലെ 0.8. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മൾ ഈ ബയാസ് ആഡ് ചെയ്യണം. ബയാസിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിരിക്കുന്നത് 0.1 ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? വാല്യൂൻ്റെ റിസൾട്ട് എന്ത് കിട്ടും? 0.4 to 0.5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.2 കിട്ടും. ദെൻ പ്ലസ് 0.6 into 0.8 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.48 കിട്ടും. 48 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബയാസിൻ്റെ വാല്യൂ ആയ 0.1 കൂടെ ആഡ് ചെയ്യണം. 1 കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും ഇവിടെ? 0.78 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. 0.78. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടി? സമ്മേഷൻ്റെ വാല്യൂ കിട്ടി അല്ലേ? സമ്മേഷൻ്റെ വാല്യൂ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻപുട്ട് കൊടുക്കും, അതൊരു സെർട്ടൈൻ ഔട്ട്പുട്ട്സുകൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഈ സമ്മേഷൻ്റെ വാല്യൂവിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യണം? അതിനൊരു ആക്ടിവേറ്റ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. അപ്പം ആക്ടിവേഷൻ്റെ ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഈ ഒരു സമ്മേഷൻ്റെ മൂല്യം നമ്മൾ സാധാരണ കൊടുക്കുക നോൺ ലീനിയർ ഫംഗ്ഷനുകൾക്കാണ്. അങ്ങനെയുള്ള ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷന് കൊടുത്തെന്ന് വെച്ചു. അതായത് ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ ഉണ്ട്. സിഗ്മോയിഡ് ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തു? ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ 0.78 എന്ന് പറയുന്ന നമ്മൾ സമ്മേഷൻ കിട്ടിയ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.685 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ എന്താണ് ഈ ഒരു ന്യൂറോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു കൃത്രിമ ന്യൂറോണിൻ്റെ പ്രധാന ഘടകങ്ങൾ മാത്രം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് അതിനൊരു ഇൻപുട്ട് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും, സമ്മേഷൻ ഉണ്ടാവും, അതേപോലെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. അത് സാധാരണ നോൺ ലീനിയർ ഫംഗ്ഷനുകളായിരിക്കും. അങ്ങനെയുള്ള നോൺ ലീനിയർ ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് ഈ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെയ്യാം. ഈ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ മേക്ക് ചെയ്താണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെ നമ്മളെ ഹ്യൂമൺ ബ്രെയിനിൻ്റെ അകത്തുള്ള നമ്മളെ ഹ്യൂമൺ ന്യൂറോണുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറോണും ഹ്യൂമൺ ന്യൂറോണും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹ്യൂമൺ ന്യൂറോണിൻ്റെ അകത്ത് നമ്മൾ സിഗ്നലുകൾ സ്വീകരിക്കുന്ന എന്ത് വഴിയാണ്? നമ്മളെ ഡെൻഡ്രൈറ്റുകൾ വഴി അല്ലെ? ന്യൂറോണിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെൻഡ്രൈറ്റുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? സിഗ്നലുകൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ കൃത്രിമ ന്യൂറോണിൻ്റെ അകത്തേക്ക് വരുമ്പോൾ, ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത് ഇൻപുട്ട് വാല്യൂസുകളാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, അതാണ് പ്രധാന വ്യത്യാസം. ഹ്യൂമൻ ന്യൂറോണിൻ്റെ അകത്ത് ഡെൻഡ്രൈറ്റുകളെ സിഗ്നൽ സ്വീകരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ അകത്ത് എന്ത് ചെയ്യടാ? ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ അകത്ത് ഇൻപുട്ട് വാല്യൂകളാണ് സ്വീകരിക്കുന്നത്. ഇനി ഇത് സിഗ്നലുകൾ അയക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ന്യൂറോൺസുകൾ സിഗ്നലുകൾ അയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആക്സോൺ എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ആക്സോണുകൾ വഴിയാണ് ഇത് സിഗ്നൽ അയക്കുക ഹ്യൂമൻ ന്യൂറോൺ. പക്ഷെ ഇവിടെ എന്താണ് വരിക? ഇവിടെ ഔട്ട്പുട്ടുകളാണ് വരിക. അതാണ് വ്യത്യാസം. പിന്നീട് നമ്മൾ ഈ ഹ്യൂമൻ ന്യൂറോണിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അവിടെ സിനാപ്സുകൾ എന്ന് പറയുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. സിനാപ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ അകത്ത് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ വെയിറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ വെയിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കണക്ഷനുകൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ജസ്റ്റ് ഒന്ന് ഹ്യൂമൻ ന്യൂറോണുമായിട്ടൊന്ന് കമ്പയർ ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഇൻപുട്ട്. ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പ്ലസ് പിന്നെ അതിൻ്റെ വെയിറ്റ് പ്ലസ് സമ്മേഷൻ പ്ലസ് ആക്ടിവേഷൻ ഫംഗ്ഷൻ.
ഇത്രയും കാര്യങ്ങൾ ആക്ടിവേഷൻ ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ കണ്ടുപിടുത്തമാണ് ഈ 1943 എന്ന് പറയുന്ന വർഷത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. അതാണ് നമ്മളവിടെ ഓർക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വർഷമാണ് 1950 എന്ന് പറയുന്നത്. 1950 ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവരുന്നത്. ട്യൂറിംഗ് മെഷീനാണ് ആക്ച്വലി നമ്മളെ ഇന്നത്തെ കമ്പ്യൂട്ടറിന്, ഇക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ആക്ച്വലി നമ്മൾ ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ട്യൂറിംഗ് മെഷീനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് എന്താണ് കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്നും, രണ്ടാമത്തെ ബ്രാഞ്ചിനെ നമ്മൾ ഓട്ടോമാറ്റ തിയറി എന്നും, തേർഡ് ബ്രാഞ്ചിനെ നമ്മൾ കോംപ്ലക്സിറ്റി തിയറി എന്നും പറയും. കോംപ്ലക്സിറ്റി തിയറി. അപ്പോൾ കമ്പ്യൂട്ടബിലിറ്റി തിയറിൻ്റെ അകത്ത് ഡിസൈഡ് ചെയ്യുന്ന എന്താണ്, ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് സോൾവബിൾ ആണോ എന്ന് നോക്കുകയാണ്. അതായത് ട്രാക്റ്റബിൾ പ്രോബ്ലം ആണോ അല്ലയോ എന്ന് നോക്കുകയാണ്. ഓക്കെ, ഇനി അങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് മെഷീൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഓട്ടോമാറ്റ തിയറിൻ്റെ അകത്ത് പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് 4 ടൈപ്പ് ഓഫ് മെഷീൻസ് ആണുള്ളത്. ഒന്ന് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, രണ്ടാമത്തത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ, തേർഡ് വൺ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ, ആൻഡ് ഫോർത്ത് വൺ ട്യൂറിംഗ് മെഷീൻ, നമ്മളിപ്പോൾ പറയുന്ന ട്യൂറിംഗ് മെഷീൻ. ഇനി ഫൈനൈറ്റ് ഓട്ടോമാറ്റയ്ക്ക് പല വേരിയൻസ് ഉണ്ട്. ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ്റെ പേര് ഒന്ന് ഫൈനൈറ്റ് ഓട്ടോമാറ്റ വിത്ത് ഔട്ട്പുട്ടും, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ പേര് ഫൈനൈറ്റ് ഓട്ടോമാറ്റ വിത്തൗട്ട് ഔട്ട്പുട്ടുമാണ്. വിത്ത് ഔട്ട്പുട്ടിൻ്റെ അകത്ത് 2 മെഷീൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മൂർ മെഷീനും രണ്ടാമത്തത് മീലി മെഷീനും. ഇനി വിത്തൗട്ട് ഔട്ട്പുട്ടിൻ്റെ അകത്ത് ഇവിടെ വിത്ത് ഔട്ട്പുട്ടും ഇവിടെ വിത്തൗട്ട് ഔട്ട്പുട്ടും. വിത്തൗട്ട് ഔട്ട്പുട്ടിൻ്റെ അകത്ത് വരുന്നത് DFA ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റ, പിന്നെ NFA നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റ, ദെൻ ഫൈനലി NFA വിത്ത് ആപ്സിലോൺ മൂവ് നമ്മൾ പറയാറില്ല. ഇനി PDAൻ്റെ അകത്ത് 2 വേരിയൻസ് ഉണ്ട്. നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAയും NPDAയും ദെൻ ഡിറ്റർമിനിസ്റ്റിക് PDAയും. ഇനി LBAയും ഇതേപോലെ 2 വേരിയൻസ്, NLBAയും അതേപോലെ DLBയും, ഡിറ്റർമിനിസ്റ്റിക് LBAയും നോൺ ഡിറ്റർമിനിസ്റ്റിക് LBയും. ഇനി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്യൂറിംഗ് മെഷീനും ഇതേപോലെ 2 വേരിയൻസ് ഉണ്ട്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും രണ്ടാമത്തത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ട്യൂറിംഗ് മെഷീനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അത് എവിടെ പഠിക്കും? ഈ TOC എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത്, അല്ലെങ്കിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്താണ് പഠിക്കുന്നത്. സാധാരണ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റയ്ക്ക് കമ്പാരിസൺ പറ്റില്ല എന്ന് പറയാം. PDAൻ്റെ അകത്തേക്ക് വരുമ്പോൾ അതിന് 1 കമ്പാരിസൺ പറ്റും യൂസിങ് സ്റ്റാക്ക്. അപ്പോൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റയ്ക്കാട്ടും വലിയ പവർ കൂടിയ മെഷീനാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഇനി LBA വർക്ക് ചെയ്യുന്നത് 2 സ്റ്റാക്കുകൾ, മോർ ദാൻ 1 സ്റ്റാക്ക് വെച്ചിട്ടാണ്. LBA PDAനെ കുറച്ചുകൂടെ പവർ കൂടിയ മെഷീനാണ്, അല്ലെങ്കിൽ PDAൻ്റെ ഒരു വേരിയൻ്റ് ആണെന്ന് പറയും. ഓക്കെ, ഇനി ട്യൂറിംഗ് മെഷീനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പവർ കൂടിയ, ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഷൻ നടത്താൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഈ ട്യൂറിംഗ് മെഷീനാണ്. അപ്പോൾ ഈ ട്യൂറിംഗ് മെഷീൻ്റെ മോഡലാണ് നമ്മളെ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അതേപോലെ അലൻ ട്യൂറിംഗ് കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ഈ, അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഈ മെഷീനുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ്റെ ഫിലോസഫിക്കൽ വേഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ട്യൂറിംഗ് ടെസ്റ്റൊക്കെ കൊണ്ടുവന്നത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ AI ഡിഫറൻറ്റ് അപ്രോച്ചുകൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 1943 ആണ് എന്ത് സംഭവിച്ചത്, നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ കാര്യം സംഭവിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് 2 സയൻറ്റിസ്റ്റുകളുണ്ട് കേട്ടോ, ആ വിട്ടുപോയി. അതായത് സയൻറ്റിസ്റ്റുകളെ പേരാണ്, ഒന്ന് പറയുന്നത് വാറൻ മെക്ലോച്ചും അതേപോലെ വാൾട്ടർ പിറ്റ്സും. ഇവർ രണ്ടുമാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ മനുഷ്യൻ്റെ ന്യൂറോണിനെ അനുകരിക്കുന്ന കൃത്രിമ ന്യൂറോൺ മോഡൽ നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു ഇയറിനെ നമ്മൾ എയുടെ തുടക്കത്തിൻ്റെ ഒരു കാൽവെപ്പായിട്ടാണ് നമ്മൾ ഈ വർഷത്തെ കണക്കാക്കിയത്. ഓക്കെ, പിന്നീടാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഐഡിയ 1950 അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ്, അലൻ ട്യൂറിംഗ് അയാളുടെ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് എന്നൊരു പ്രബന്ധമുണ്ട്. അതിൻ്റെ അകത്ത് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം അയാൾ അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്യൂറിംഗ് ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, മെഷീനുകൾക്ക് ചിന്തിക്കാമോ എന്ന പ്രശ്നത്തിന് ഒരു ഉത്തരമാവുകയാണ് ഈ പരീക്ഷണം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്രധാനപ്പെട്ട വർഷമാണ് 1956 എന്ന് പറയുന്ന വർഷം.
ഓക്കെ, ആ വർഷത്തിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, അങ്ങനെ ഒരു വിഷയത്തിനൊരു അങ്ങനെ ഒരു നാമകരണമൊക്കെ നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 1956. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു വിഷയത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത് നമുക്ക് നോക്കാം. ഈ പേര് കിട്ടിയിരിക്കുന്ന ആക്ച്വലി ഒരു ഡാർട്ട് മൗത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഡാർട്ട് മൗത്ത് കോൺഫറൻസ്. ഡാർട്ട് മൗത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു US-ലുള്ള അമേരിക്കയിലുള്ള ഒരു കോളേജിൻ്റെ പേരാണ്. ഈ ഡാർട്ട് മൗത്ത് കോളേജിലെ ഗണിതശാസ്ത്രജ്ഞനായ ഒരു ഗണിതശാസ്ത്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഈ ജോൺ മെക്കാർത്തി എന്ന് പറയുന്നത്. ജോൺ മെക്കാർത്തി, JOHN, സ്പെല്ലിംഗ് ഞാൻ ഇവിടെ എഴുതാം, JOHNMCCARTHY, ജോൺ മെക്കാർത്തി. അപ്പോൾ ജോൺ മെക്കാർത്തിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജോൺ മെക്കാർത്തിനെ ഇതിൻ്റെ ഒരു ഫാദറായിട്ട്, എയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇയാളാണ് ഇതിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട വ്യക്തി. കുറേ വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനമായ ഒരു വ്യക്തിയാണ് ഈ ജോൺ മെക്കാർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അയാളാണ് അവിടെ വെച്ചിട്ട് ആ ഒരു കോൺഫറൻസ് കണ്ടക്ട്. പിന്നീട് വർഷങ്ങൾ ഇത് കണ്ടക്ട് ആയി കേട്ടോ. 1950 ശേഷം അവർ കോൺഫറൻസുകൾ, ഡാർട്ട്മൗത്ത് കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഇവൻ്റ്. 1956 എന്ത് ചെയ്യുന്നു, AI എന്ന് പറയുന്ന ഫീൽഡിന് പേര് നാമകരണം ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇനി പിന്നീട് 1966 കാലഘട്ടത്തിൽ, അതായത് ഒരു 10 വർഷം മുന്നോട്ട് പോയപ്പോൾ അവിടെ ആദ്യത്തെ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാണ്. ആദ്യത്തെ AI യൂസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാണ്. അതിൻ്റെ പേരാണ് എലീസ എന്ന് പറയുന്നത്. എലീസ. അപ്പോൾ എലീസ എന്നുള്ള പേര് ഓർത്ത് വെക്കുക. എലീസ എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ ചാറ്റ് ബോട്ടാണ്. അപ്പം ഇത് വികസിപ്പിച്ച ഈ എലീസ എന്ന് പറയുന്ന ചാറ്റ് ബോട്ടിനെ വികസിപ്പിച്ചത് ജോസഫ് വിസൻബൗം എന്ന് പറയുന്ന ഗവേഷകനാണ് എലീസ എന്ന് പറയുന്ന ആദ്യത്തെ ചാറ്റ് ബോട്ടിനെ നിർമ്മിച്ചത്. അപ്പം അതിൻ്റെ അകത്ത് അവർ പ്രൊഗേറിയൻ തെറാപ്പിസ്റ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു എലീസ എന്ന് പറയുന്ന ചാറ്റ് ബോർഡിനെ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളുമായിട്ടുള്ള സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് ഉപഭോക്താക്കളുമായിട്ട് സംവാദം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AI സമ്പ്രദായമാണ് ഈ ഒരു എലീസ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് 1972 വെച്ചിട്ട് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കൊണ്ടുള്ള റോബോട്ട് അവർ നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ റോബോട്ടിൻ്റെ പേരാണ് വാബോട്ട് 1 എന്ന് പറയുന്നത്. വാബോട്ട് 1 എന്ന് പറയുന്നത് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോബോട്ടാണ് കേട്ടോ. അപ്പോൾ റോബോട്ടിനകത്തും എന്ത് ഉപയോഗിക്കുകയാണ്, AI ഉപയോഗിച്ച് തുടങ്ങുകയാണ്. പിന്നീട് 1974 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ AIയുടെ ഫസ്റ്റ് വിൻഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, AIയുടെ ഡെവലപ്മെൻറ്റിലൊക്കെ എന്താണ്, ഒരു മന്ദഗതി സംഭവിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ AI ഒന്ന് മന്ദഗതിച്ച് പോവുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. വിൻഡർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ എന്ത് ചെയ്യുന്ന ഫോക്കസും കാര്യങ്ങളൊന്നും ഇല്ലാതാവുകയാണ്. അത് പല കാരണങ്ങളുണ്ട്. അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതിൽ ഹോപ്പുകൾ നഷ്ടപ്പെടുമ്പോഴൊക്കെയാണ്, ഒരു മേഖലയിൽ ഹോപ്പൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിൻ്റർ സീസണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഈ റിസർച്ചേഴ്സിന് പല ഡിസപ്പോയിൻമെൻറ്റുകളും ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് AI റിസർച്ചിൻ്റെ മുകളിലുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ, ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കുറഞ്ഞു വരികയാണ് ആ ഒരു ടൈം പീരീഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫസ്റ്റ് വിൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ടെക്നിക്കൽ ലിമിറ്റേഷൻസും അതുപോലെ ഹൈ എക്സ്പെക്റ്റേഷനൊക്കെ ഈ ഫീൽഡിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു വിൻഡർ സ്റ്റേജിലേക്ക് ഇത് പോകാൻ കാരണമായിട്ടുണ്ട്. അപ്പം ഇവിടെ സംഭവിക്കുന്ന അതിൻ്റെ ഒരു AIയുടെ ഒരു ബൂം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓക്കെ, പിന്നീട് 1980 കാലഘട്ടമായപ്പോൾ 1980 ആയപ്പോൾ അവിടെ എക്സ്പേർട്ട് സിസ്റ്റം വരികയാണ്. അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം വരുമ്പോൾ നമുക്ക് വീണ്ടും AIയിലേക്ക് ഹോപ്പ് വരികയാണ്. അപ്പോൾ വീണ്ടും ഒരു AIയുടെ ഒരു ബൂം വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം 1980 എക്സ്പേർട്ട് സിസ്റ്റം വരുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി നമ്മൾ വ്യവസായ മേഖലകളിലൊക്കെ AI ഉപഭോക്തൃ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് 1987 മുതൽ 1993 വരെ
സെക്കൻഡ് വിൻ്റർ കാലഘട്ടമാണ്. അതായത് വീണ്ടും എഐൻ്റെ മുകളിൽ എന്ത് കുറയാണ്, ഹോപ്പ് കുറയാണ്. കാരണം ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് സിസ്റ്റം അതിൻ്റെ മെയിൻ്റെനൻസും അതേപോലെ അതിൻ്റെ സ്കെയിലബിലിറ്റിയിലെ ലാക്കൊക്കെ കൊണ്ട് അതിൽ കുറേ ഹോപ്പൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അങ്ങനെ വീണ്ടും എ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻ്റർ സീസൺ വരികയാണ്. ആ സീസൺ എന്ന് പറയുന്നത് 1987 മുതൽ 1993 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ 2 വിൻ്റേഴ്സാണ് എയുടെ ഹിസ്റ്ററീൻ്റെ അകത്ത് നമുക്ക് കാണാനുള്ളത്. ഒന്ന് ഫസ്റ്റ് വിൻ്റർ, അത് 1974 മുതൽ 1980 വരെ. പിന്നെ അത് ഉണ്ടാവാൻ കാരണം എന്താണ്, ഈ എക്സ്പേർട്ട് സിസ്റ്റം ഒക്കെ വന്നപ്പോൾ വീണ്ടും ഹോപ്പൊക്കെ വന്നു. അപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരാൻ തുടങ്ങി. പിന്നെ വീണ്ടും സെക്കൻഡ് വിൻ്ററിലേക്ക് പോവാണ്. കാരണം എന്താ, ഈ എക്സ്പേർട്ട് സിസ്റ്റം എന്നാണ് അതിൻ്റെ മെയിൻ്റെനൻസ് ഡിഫിക്കൽട്ടി അതുപോലെ സ്കെയിലബിലിറ്റിയുടെ ലാക്കൊക്കെ കൊണ്ട് അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും എയുടെ ബൂം നഷ്ടപ്പെടുകയാണ്. അപ്പം അതിനെയാണ് നമ്മൾ സെക്കൻഡ് വിൻ്റർ എന്ന് പറയുന്നത്. അത് 1987 മുതൽ 1993 വരെയുള്ള കാലഘട്ടമാണ്. പിന്നീട് 1997 പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് അവിടെ നടക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBM എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം എന്ത് ചെയ്യാണ്, ലോക ചെസ് ചാമ്പ്യനെ അവിടെ തോൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം അന്നത്തെ ലോക ചെസ് ചാമ്പ്യനായ ഗ്യാരി കാസ്പരോവിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ്. കാരണം എന്ന് പറയുന്ന ഫീൽഡ് ഇവിടെയാണ് മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ തുല്യമായിട്ട് അതിനെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു രീതിയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ആൾക്കാർക്ക് വീണ്ടും അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരികയാണ്. കാരണം മനുഷ്യൻ്റെ ഇൻ്റലിജൻസിൻ്റെ ലെവലിലേക്ക് ഇതിനെ വലുതാക്കി കൊണ്ടുവരാം എന്നൊരു പ്രതീക്ഷയൊക്കെ ആൾക്കാർക്ക് പല റിസർച്ചേഴ്സിനും ഇതിന് മുകളിൽ വരികയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 1997 വർഷത്തിൽ നടന്ന ഈ ഒരു ഇവൻ്റ് പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്, ഡീപ് ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ലോക ചെസ് ചാമ്പ്യനെ അവിടെ തോൽപ്പിക്കുകയാണ്. അപ്പം ഇതാണ് അതിൽ തോൽപ്പിച്ച ആദ്യ സംഭവങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് 2002 AI അപ്ലിക്കേഷൻസുകൾ നമ്മളെ വീട്ടുകളിലേക്ക് എത്താൻ തുടങ്ങുകയാണ്. അപ്ലിക്കേഷൻസ് നമ്മളെ ഹോമിൻ്റെ അകത്തേക്ക് കയറി വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ വന്ന ഒരു AI യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റൂംബ എന്ന് പറയുന്നത്. ഓക്കെ, റൂംബ എന്ന് പറയുന്നത് ആക്ച്വലി iRobot കമ്പനി വികസിപ്പിച്ച ഒരു വാക്വം ക്ലീനറാണ്. അതായത് ഹോം യൂസിൻ്റെ അകത്ത് വീട്ടിൻ്റെ അകത്ത് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്വം ക്ലീനറാണ് ബേസിക്കലി റൂംബ എന്ന് പറയുന്നത്. അപ്പോൾ റൂംബൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, 2002 സംഭവിക്കുന്ന കാര്യം എന്താ, AI യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ എവിടത്തേക്ക് എത്തുകയാണ്, നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് എത്തുകയാണ്. ഇവിടെ എക്സ്പേർട്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇവിടെ AI ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. പക്ഷേ 2002 ഇത് എവിടത്തേക്ക് എത്തുകയാണ്, ഹോം യൂസിന് വേണ്ടിയിട്ടൊക്കെ വീട്ടിൻ്റെ അകത്തേക്ക് AI അപ്ലിക്കേഷൻസുകൾ എത്തി തുടങ്ങുകയാണ്. ഓക്കെ, പിന്നീട് 2011 IBMൻ്റെ വാട്സൺ എന്ന് പറയുന്ന ഒരു AI പ്രോഗ്രാം എന്ത് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ, ഒരു ക്വിസ് ഷോ വിൻ ചെയ്യാണ്. 2011 ക്വിസ് ഷോ വിൻ ചെയ്യാണ്. പിന്നെ 2012 ഗൂഗിൾ നൗ എന്ന് പറയുന്ന AI യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് വരികയാണ്. പിന്നീട് 2014 ഒരു ചാറ്റ് ബോട്ട് യൂഗൻ ഗുസ്മാൻ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് നമ്മളെ ടൂറിംഗ് ടെസ്റ്റ് പാസ്സാവാണ്. ടൂറിംഗ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂറിംഗ് ടെസ്റ്റ് വിൻ ചെയ്ത ചാറ്റ് ബോട്ടാണ് ഈ യൂഗൻ ഗുസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2015 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ആമസോൺ എക്കോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പുറത്തേക്ക് വരികയാണ്. ആമസോൺ എക്കോ ഒക്കെ നിങ്ങളൊക്കെ റീസെൻ്റ് ആയിട്ട് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പരസ്യത്തിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ആമസോൺ എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടൈം ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വേണമെങ്കിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോവാം. 2015 നമ്മളെ ഈ ഓപ്പൺ AI സ്ഥാപനമാണ് ഓപ്പൺ
ഓപ്പൺ എ സ്ഥാപിതമാകുന്നത് ഈ ഒരു ഗവേഷണ സ്ഥാപനം സ്ഥാപിതമാകുന്നത് 2007 വർഷത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഓപ്പൺ എയുടെ ChatGPT പോലുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ഇപ്പോൾ ഓപ്പൺ എ സ്ഥാപിതമാകുന്നത് എപ്പോഴാണ്? ഈ 2015 പിന്നീട് 2016 കാലഘട്ടത്തിൽ, ഇപ്പോൾ 2016 ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് 2015 വരെ കൊടുത്തിട്ടുള്ളൂ. പിന്നീട് 2016 ആകുമ്പോൾ ആൽഫാഗോയും അതേപോലെ 2018 അവർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഓപ്പൺ എ ChatGPTന്റെ GPT മോഡൽ റിലീസ് ചെയ്യാണ്. 2018 എത്തിയപ്പോൾ GPT മോഡൽ GPT മോഡൽ അവർ റിലീസ് ചെയ്യാണ്. പിന്നെ 2020 ആയപ്പോൾ അവർ GPT-3 ലോഞ്ച് ചെയ്യാണ്. പിന്നെ വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോയി 2025 നമ്മൾ കറണ്ട് ഇയർ ആയ 2025 എത്തുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ അവർ ഈ വർഷം ഒരു ഇവന്റ് അവരുടെ ഗൂഗിളിന്റെ IO ഇവന്റ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഈ വർഷം എൻ്റോടുകൂടി ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത്, ഒരുപാട് ഗൂഗിളിൻ്റെ സർവീസിൻ്റെ അകത്തൊക്കെ എഐയുടെ ഇൻവോൾവ്മെൻറ്റുകൾ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഗൂഗിളിൻ്റെ ആ ഒരു ഇവൻറ്റിൽ, ഗൂഗിൾ ഇവൻറ്റ് 2025 അവർ പ്രധാനമായിട്ട് ഒരു 3 പ്രൊജക്റ്റുകളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പ്രൊജക്റ്റിൻ്റെ പേരാണ് പ്രൊജക്റ്റ് സ്റ്റാർലൈൻ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് സ്റ്റാർലൈൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3D വീഡിയോ ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് അതിനെ ഗൂഗിൾ ബീം എന്നൊക്കെ അവർ പറയുന്നത് കേട്ടോ. ഗൂഗിൾ ബീം എന്നാണ് അതിനെ വിളിക്കുന്നത്, ഗൂഗിൾ ബീം. ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു 6 ക്യാമറാസിൻ്റെ ഒരു അരേ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 6 ക്യാമറാസ് ഉണ്ടാവും. അപ്പം ആ ക്യാമറാസ് എന്ത് ചെയ്യും, അതിനെ അത് റണ്ടർ ചെയ്തിട്ട് ഒരു 3D ഡിസ്പ്ലേയിലേക്ക് അത് റണ്ടർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 60 FPS-ലൊക്കെ, അതായത് ബേസിക്കലി ഇതൊരു വീഡിയോ കോളിൻ്റെ ഒരു എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് നമ്മൾ വീഡിയോ കോൾ കാണുമ്പോൾ റിയൽ പേഴ്സണെ ഫ്രണ്ടിൽ കാണുന്നത് പോലെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3D ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മുന്നിലേക്ക് ആ ഒരു ഓപ്പോസിറ്റ് നമ്മളെ കിടക്കുന്ന വ്യക്തിയെ നമ്മളെ മുമ്പിലേക്ക് അത് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ അതിനാണ് നമ്മൾ ഗൂഗിൾ ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 6 ക്യാമറകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ അതൊരു 3D ഡിസ്പ്ലേൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അവർ എന്ത് ചെയ്യുന്നത്, ഈ റെൻഡർ ചെയ്ത് കൊണ്ടുവരുന്നത്. 16 FPS-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവർ നമ്മളെ HP എന്ന് പറയുന്ന കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർലൈൻ അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് പ്രൊജക്റ്റ് ആസ്ട്ര എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ആസ്ട്ര. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തിനാണ് പ്രൊജക്റ്റ് ആസ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാന എയിം, പ്രൊജക്റ്റ് ആസ്ട്രയുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ വേൾഡിൽ നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ചുറ്റുപാടും കിടക്കുന്ന വസ്തുക്കളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് നമ്മളെ ജെമിനിയുടെ ലൈവ് എന്ന് പറയും. ജെമിനി ലൈവ്. ഓക്കെ, അപ്പം ജെമിനി ലൈവ് നമുക്കറിയാം, നിങ്ങൾ ഗൂഗിളിൻ്റെ ജെമിനി എന്ന് പറയുന്ന ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പല ഒബ്ജക്റ്റുകളും എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും മരുന്നിൻ്റെ പേരുകൾ ചോദിക്കാം, ഒരു വീടിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യണം ചോദിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ഇതുമായിട്ട് നമുക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. അപ്പം ക്യാമറ വെച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ പലരും അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഗൂഗിൾ ജെമിനി ലൈവ് വരുന്നത് പ്രൊജക്റ്റ് ആസ്ട്രയുടെ അണ്ടറിലാണ്, ASTRA. ഓക്കെ, ഇനി അവർ കൊണ്ടുവരുന്ന മറ്റൊരു എൻഹാൻസ്മെൻ്റ് ആണ് ഈ ഗൂഗിൾ മീറ്റിൻ്റെ അകത്ത് റിയൽ ടൈം സ്പീച്ച് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ മീറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ലാംഗ്വേജ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാംഗ്വേജിലേക്ക് അവർ സംസാരിക്കുന്ന കാര്യം ലൈവായിട്ട് നമുക്ക് റിയൽ ടൈമിൽ നമുക്കത് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് തരും. ഓക്കെ, ഒരു ഫീച്ചർ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വർഷം 1-2 ലാംഗ്വേജിൻ്റെ അകത്ത് അത് വരും. പിന്നീട് നമ്മുടെ മലയാളത്തിലൊക്കെ ഇത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഗൂഗിളിൻ്റെ പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് മറീനർ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് മറീനർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സൈമൾട്ടേനിയസ്ലി നമുക്ക് 10 ടാസ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതേപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാന മറ്റൊരു കാര്യമാണ് ഏജന്റ് ടു ഏജന്റ് കമ്മ്യൂണിക്കേഷൻ. ഏജന്റ് എന്താ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജന്റും ഒരു എ ഏജന്റും മറ്റൊരു എ ഏജന്റും തമ്മിൽ എന്താണ് ഏജന്റ് ടു ഏജന്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. രണ്ട് ഏജന്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം. ഇതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന അവിടെ ഏജന്റ് ടു ഏജന്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ ഏജന്റ് ടു ഏജന്റ് പ്രോട്ടോകോൾ ഒക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോളിൻ്റെ ഹെൽപ്പോട് കൂടി ഏജന്റ് ടു API കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഏജന്റ് ടു API കമ്മ്യൂണിക്കേഷൻ. ഏജന്റും ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസും തമ്മിൽ എന്താണ് ഇന്ററാക്ട് ചെയ്യാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ വെച്ചിട്ടാണ് അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോമിൻ്റെ അകത്തും അതേപോലെ ഗൂഗിൾ സെർച്ചിൻ്റെ അകത്തും ജെമിനി ആപ്പിൻ്റെ അകത്തൊക്കെ ഈ ഏജന്റിക്ക് ക്യാപ്പബിലിറ്റീസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഗൂഗിള് അവരുടെ ഒരു ഇവന്റിൽ പ്രധാനമായിട്ട് 2025 ഇവന്റിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈം ലൈൻ നമ്മൾ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നടന്ന വർഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി തീർന്നിട്ടുള്ള വർഷങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവിടെ എയോട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു പദമാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ആർട്ട്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളെ AI എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടും അതേപോലെ നമ്മൾ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയും ടെക്നോളജീസിനെയൊക്കെ റെഫർ ചെയ്ത് കൊണ്ടിട്ടുള്ള ഉപയോഗിക്കുന്ന വാക്കാണ് ഈ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറൻ്റ് വളരെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കറൻ്റ് ഉപയോഗിക്കുന്ന മെത്തേഡ്സും ടെക്നോളജീസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എക്സാമിനൊക്കെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ചോദിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. ലേറ്റസ്റ്റ് ആയി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, മെത്തേഡ്സും ടെക്നോളജിയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് അവിടെ എഴുതി വെക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, പിന്നെ നിങ്ങൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഇലോ സ്കോർ എന്ന് പറയുന്നത്. ഇലോ സ്കോർ. ഓക്കെ, ഇലോ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലോ സ്കോർ റേറ്റിംഗ് ഇലോ റേറ്റിംഗ് എന്ന് പറയുന്ന സാധനം സാധാരണ ഒറിജിനലി അത് യൂസ് ചെയ്തത് ഈ ചെസ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ഇലോ സ്കോർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നമ്മൾ ഒരു AI മോഡലിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തുക അല്ലെങ്കിൽ പെർഫോമൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എലോ സ്കോർ നമ്മളിപ്പം ഉപയോഗിക്കുന്നുണ്ട്. പെർട്ടിക്കുലർലി നമ്മുടെ ഈ ജനറേറ്റ് AIയും അതേപോലെ ചാറ്റ് ബോട്ട് എവല്യൂഷൻ അങ്ങനെയുള്ള മേഖലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലോ സ്കോറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പെർഫോമൻസുകൾ വിലയിരുത്തുന്നത് കേട്ടോ. ഇപ്പം ഗൂഗിളിൻ്റെ ഈ ഒരു ഇവൻറ്റിൻ്റെ അകത്ത് ഇപ്പം അവർ ഗൂഗിളിൻ്റെ ജെമിനി എന്ന് പറയുന്നതിൻ്റെ ഇലോ സ്കോറും അതേപോലെ ചാറ്റ് GPT ഇലോ സ്കോറൊക്കെ അവരിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഇലോ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പെർഫോമൻസ് അവരവിടെ അളക്കുന്നത്. അപ്പം ഈ ഒരു ടേം ഓർത്ത് വെക്കുക, എലോ സ്കോർ. ആദ്യകാലത്തത് ചെസ്സിൻ്റെ അകത്ത് വരുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, AI മോഡലുകളുടെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കോർ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററിയാണ്, AI ഹിസ്റ്ററി, AI ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രധാന നാഴികക്കല്ലുകളായി തീർന്നിട്ടുള്ള വർഷങ്ങൾ, ആ വർഷങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.